ഗെറ്റ് സെറ്റ് ബേബി കണ്ടിറങ്ങിയിരിക്കുകയാണ്. ആരുടെയാ? ഉണ്ണി മുകുന്ദ. ഉണ്ണിയേട്ടന്റെ പടം. എന്നെ സംശയിക്കരുത്. എന്താ പറയാ, നമ്മൾ ആ ക്യാരക്ടറിനോട് തന്നെ അഡിക്റ്റ് ആവും. സത്യം പറഞ്ഞാൽ എനിക്ക് സത്യമാണ്. ഉണ്ണി മുകുന്ദന്റെ ക്യാരക്ടറിലേക്ക് പോകുന്ന അവരുടെ ഒരു എന്താ പറയാ ഒരു അഫെക്ഷൻ പറയാൻ വാക്കുകളില്ല. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു അഫെക്ഷൻ, അത് ബ്രേക്ക് ആവുന്ന ഒരു ഫേസ്, ഒരു ഭയങ്കര, എനിക്കത് ഭയങ്കര കണക്ട് ആയിരുന്നു. നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. കൂട്ടുകാരനെ പിടിച്ച് കാറിനകത്തിരുത്തി മാർക്കോയെ കുറിച്ച് എന്തൊക്കെ അപരാധം പറഞ്ഞു. നാട്ടുകാർ പച്ചയ്ക്ക് തള്ളക്കി വിളിച്ചോണ്ടിരിക്കും. എന്തൊരു പൊളിച്ചതറിയാടോ. കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ഹാനങ്ങളായതൊക്കെ പതിവാ. കൃത്യമായിട്ട് ഇമോഷൻസ് കൃത്യമായിട്ട് കാണിക്കേണ്ട സ്ഥലത്ത് കുറച്ചൊരു ഈഗോയിസ്റ്റിക്, കുറച്ച് എന്താ പറയാ മറ്റേ സാധനം ഉണ്ടല്ലോ, ഒരു പുച്ഛ സാധനം. അത് സംശയമൊന്നുമില്ലല്ലേ. എനിക്ക് മാർക്ക് കണ്ട സമയത്ത് അതിലെ ഇമോഷണൽ സീൻ അഭിനയിച്ച ആ ഒരു സിദ്ദിഖും ഉണ്ണിമുകുന്ദനും കൂടി എവിടെ ഓവറായിട്ടൊന്നും വന്നില്ല. ഓവർ ക്യൂട്ട്നെസ് ഇല്ല, ഓവർ റൊമാൻസ് ഇല്ല, ഓവർ സംഭവം അങ്ങനത്തെ ഓവർ സാധനങ്ങളൊന്നും ഇല്ല. പെർഫെക്റ്റ് ഓക്കെ. and it is and 2 and 10 and the cone and the back okay. സോ മൊത്തത്തില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കൊരു നല്ല ഫീൽ ഗുഡ് പടം അല്ലേ. എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കണ്ടേ മുത്തശ്ശ? ചില സമയത്ത് ഉണ്ണിമുകുന്ദനാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ലേ. സുന്ദരനാ. എന്താണെന്നറിയില്ല, എന്നെ പറ്റി എത്ര പൊഴുത്തി പറഞ്ഞു കേട്ടാലും എനിക്ക് മതിയാവില്ല. നന്നായിട്ട് ചെയ്തത്. അതെ. അപ്പൊ ഓക്കെ ഗൈസ്, ഒരു നല്ല പടം. വേദനിപ്പിച്ചതിന് മാപ്പ്. ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്ടൂടെ? ഇനി ആ ഏരിയയിലേക്കില്ല. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്യണോന്നില്ല.